വേൾഡ് ക്യാമ്പസ് കണക്ട് മെയ് 2 കണ്ണൂർ ഹോട്ടൽ സ്കൈ പേൾ, മെയ് 3 കോഴിക്കോട് ഹൈസൻ ഹെറിറ്റേജ്. മനുഷ്യന് പലതരത്തിലുള്ള പരിമിതികളുണ്ടാവാം. അത് ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ പല പരിമിതികൾ. അത്തരത്തിൽ ചില പരിമിതിയുള്ള ഒരു കോളേജ് വിദ്യാർത്ഥിയാണ് നമുക്കൊപ്പം ചെയ്തത്. കുന്നമംഗലം സ്വദേശി അഭിരാമിയാണ്. കാഴ്ച പരിമിതിയുണ്ട് ആ സഹോദരിക്ക്. അവർ ഒരു ത്യാഗം ചെയ്യുകയാണ്. തൻ്റെ നീളമുള്ള ഇടതൂർന്ന മുടി അർബുദ രോഗബാധിതരായ ആളുകൾക്ക് ദാനം ചെയ്തു. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, എന്താണ് ഇത്തരത്തിലൊരു താല്പര്യത്തിൽ വരാൻ കാരണം? കുട്ടിക്കാലം തൊട്ടേ എനിക്ക് സ്കിന്നിന് ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി ട്രീറ്റ്മെൻറ്റിനൊക്കെ പോകുമ്പോൾ എന്നെക്കാളും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുറേ ആൾക്കാരെ കാണില്ല. അങ്ങനത്തെ ഒരു ഇതാണല്ലോ ക്യാൻസർ എന്ന് പറയുന്നതൊക്കെ. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന ഒരു ഇത് മറ്റുള്ളവരിലേക്ക്, അങ്ങനെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരിലേക്ക് എത്താൻ പറ്റിയാൽ അതൊരു നല്ല കാര്യമല്ലേ. അപ്പോൾ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഇതേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ ചെയ്തു. ഞാനും കുറേ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. പക്ഷേ എന്നെക്കാളും അനുഭവിക്കുന്ന ആൾക്കാർ ഇഷ്ടംപോലെ ഈ ലോകത്തുണ്ട്. അപ്പോൾ അവരുടെ കണ്ണീരിലേക്കൊരു എന്തെങ്കിലും ഒരു ഇതാവാൻ പറ്റിയാൽ ഒരു ഇതല്ലെന്ന് വെച്ചിട്ടാണ് ഇങ്ങനൊരു കാര്യത്തിനോടൊരു താല്പര്യം വന്നത്. എത്ര വർഷമായി ഈ മുടി നീട്ടാൻ തുടങ്ങിയിട്ട്? കുറേ കാലമായി. +2 ഒക്കെ പഠിക്കുന്ന ആ സമയത്താണ് ഡൊണേറ്റ് ചെയ്യാന്നുള്ളൊരു ഇതിലേക്ക് എത്തുന്നത്. ടീച്ചേഴ്സിനോടൊക്കെ ഞാൻ ചോദിച്ചായിരുന്നു, ഇങ്ങനെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റിയ ഏതെങ്കിലും സ്ഥലങ്ങളുണ്ടോയെന്നൊക്കെ. അന്ന് അവർക്ക് അറിയില്ല എന്ന് പറഞ്ഞു. 2 വർഷത്തോളം ഇതിനെ തന്നെ നോക്കി. ഈ അടുത്ത് നൗഷാദ് ഖാനോട് ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ ഈ സ്ഥലങ്ങളുടെ പേരൊക്കെ പറഞ്ഞത്. പ്രത്യേക ഈ സമയത്ത് 2 വർഷമായി ഇത്തരത്തിൽ ആലോചന എന്ന് പറയുന്നു. മുടി ആ ഘട്ടത്തിൽ പരിപാലിക്കാൻ എന്തെങ്കിലും ശ്രദ്ധ പുലർത്തിയിരുന്നു? അങ്ങനെ നോക്കിയാൽ മാക്സിമം എന്താ പറയുക, ഹെയർ നമ്മൾ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. അത് പ്രത്യേകിച്ചുള്ള ഇതൊന്നുമില്ല. ജന്മന കാഴ്ച പരിമിതി ഉണ്ട് എന്ന് പറയുന്നു. ഇപ്പോൾ സർജറി കഴിഞ്ഞു, അത്യാവശ്യം കാഴ്ച ഇപ്പോൾ ഉണ്ട്. എത്ര കാലമായി സർജറി കഴിഞ്ഞിട്ട്? 3 വർഷത്തോളം സർജറി കഴിഞ്ഞിട്ട്. ശേഷം കാഴ്ച ഒരുവിധം കാണുന്നുണ്ടല്ലേ? സ്പെക്സ് വെച്ചാൽ അത്യാവശ്യം നല്ല ക്ലിയർ ആയിട്ട് തന്നെ കാണാം. സ്പെക്സ് എടുക്കുന്ന സമയത്ത് കുറച്ചൊരു മങ്ങിച്ച ഫീൽ ചെയ്യുന്നുള്ളൂ. സ്കിന്നിന് എന്താണ് പ്രശ്നം? സ്കിന്നിന് എന്താ പ്രശ്നം കറക്റ്റ് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. സോറിയാസിസ് പോലെയൊക്കെ എന്തോ ഒരു ഇതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ എന്തിനാണ് പഠിക്കുന്നത്? ഡിഗ്രിയാണ്. കൊടുവള്ളി CHMKM മുഹമ്മദ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ. ഒപ്പമുള്ള ഏതെങ്കിലും വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ മുടി ദാനം ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഇതുവരെ ആരും അറിയില്ല. തനിയെ തോന്നിയ ഒരു തീരുമാനമാണ് അല്ലേ? വീട്ടുകാരൊക്കെ ഒപ്പം നിന്നോ? ഞാൻ പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് അതിനുള്ള കാര്യങ്ങൾ നോക്കാൻ തന്നെ അമ്മയും അച്ഛനൊക്കെ പറഞ്ഞു. ഏതായാലും അവർ കഴിഞ്ഞ 2 വർഷമായി വളരെ കൃത്യമായി പരിപാലിക്കുന്ന നീണ്ട മുടിയാണ്. നമുക്കിപ്പോൾ കാണാം, ഏതാണ്ട് 50 സെൻറ്റിമീറ്ററോളം നീളത്തിലാണ് ഇപ്പോൾ മുടി മുറിച്ച് മാറ്റിയിരിക്കുന്നത്. സഹജീവിയിലോട്ടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. താൻ ചികിത്സ തേടുന്ന ഘട്ടത്തിൽ തന്നെക്കാളും വേദന അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ ഈ ഭൂമുഖത്തുണ്ട് എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് തന്നെയാണ് ഈ മുടി ദാനം ചെയ്യാൻ തീരുമാനമെടുത്തത് എന്നാണ്. ഏതായാലും തൻ്റെ തീരുമാനത്തിനൊപ്പം വീട്ടുകാർ ഒപ്പം നിന്നു എന്നുള്ള കാര്യം കൂടി അഭിരാമി പറയുന്നുണ്ട്. ജിബേഷിനൊപ്പം റിപ്പോർട്ടറാക്കിയ അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.